ഹണി റോസിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്, ആ പോസ്റ്റിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഞാൻ തന്നെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ബോബി ചെമ്മണ്ണൂർ ഒരു ഇനാഗുറേഷൻ ടൈമിൽ ഹണി റോസിനെ കുന്തി ദേവി എന്ന് പറഞ്ഞ് ആ ഒരു വീഡിയോ വൈറലായ സമയത്ത് മലയാളികൾ ഇയാളുടെ ഡബിൾ മീനിങ്ങിന് കൈയടിച്ചു കൊടുത്ത് അയാൾക്ക് എവിടെയും കയറി അടിക്കാൻ മാത്രമുള്ള ലൈസൻസ് ആക്കി വിട്ടിരിക്കുകയാണ്. ബോച്ച തീയാണ് എന്ന് പറയുമ്പോൾ ബോച്ച വെറും തീട്ടമാണ് ഈ ഡബിൾ മീനിങ് വർത്താനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അന്ന് ഞാൻ വളരെ ക്ലിയറായിട്ട് പറഞ്ഞതാണ്. പറയാം, ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിനപ്പുറം ഡബിൾ മീനിങ് തീട്ടം എന്നല്ല പറയേണ്ടത്, ചെറ്റത്തരം എന്നാണ് പറയേണ്ടത്. ഇതിന് കൈയടിച്ചു കൊടുക്കുന്ന മലയാളികൾ, നമ്മൾ എത്രയോ സിനിമകൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഇറങ്ങിയ സിനിമകൾ കണ്ടിട്ട് ഡബിൾ മീനിങ് വേണ്ട, ഡബിൾ മീനിങ് വെക്കുന്നതുകൊണ്ട് ക്രിഞ്ച് അടിക്കുക എന്നൊക്കെ പറയുമ്പോൾ ബോച്ചയ്ക്ക് മാത്രം ഒരു ലൈസൻസ് കൊടുത്ത് വിട്ട് ബോച്ചയെ അങ്ങോട്ട് വളർത്തുമ്പോൾ ബോച്ച വളർന്നു പോയിട്ട് ആർക്കെതിരെയാണോ, ആർക്ക് ഓപ്പോസിറ്റ് ആണോ അയാൾ ഇത് തുപ്പുന്നത്, അവർക്ക് എത്രത്തോളം അത് ഹേർട്ടാവും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഹണി റോസ് ഇന്ന് എഴുതിയിട്ടത്. ഇനി ഹണി റോസിനോട് പറയാനുള്ളത്, ഇവിടെ ബോബി ചെമ്മണ്ണൂരാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇൻ്റർവ്യൂ വരുന്ന സമയത്തും അല്ലെങ്കിൽ വീഡിയോസിലൊക്കെ നിങ്ങളെ ഈ ഒരു റെഫറൻസ് എടുത്ത് വെക്കുന്നതും, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യുന്നവർ ചോദിക്കുന്ന ചോദ്യത്തിന് വീണ്ടും ഡബിളിൽ ത്രിബിളിൽ കൂടുതലുള്ള കൗണ്ടർ സാധനങ്ങൾ അടിച്ചു വിടുന്നത്, ഡബിൾ മീനിങ്ങും അല്ല അതിനപ്പുറമുള്ള മീനിങ് അടിച്ചു വിടുന്നത് ഈ ക്വസ്റ്റ്യൻസ് ഷൂട്ട് ചെയ്യുമ്പോഴാണ്. അപ്പം ഇതിനൊക്കെ ഉള്ളൊരു ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുത്തതോ അല്ലെങ്കിൽ ഇതിനൊക്കെ ഉള്ളൊരു പ്രോത്സാഹനം കൊടുത്തതോ ഇവിടുത്തെ വ്യൂവർഷിപ്പ് തന്നെയാണെന്നേ പറയാനുള്ളൂ. കാരണം ഇയാൾക്ക് എന്തും ആരെക്കുറിച്ചും എങ്ങനെ വേണമെങ്കിലും പറയാം, ആരെ എന്താ എങ്ങനെയാണെന്നൊന്നുമില്ല, അയാളാണ്ട് പറയും. അത് അയാൾ തന്നെ പറയുന്നുണ്ട്, വൈറലാവാനാണ്, വ്യൂവർഷിപ്പ് കിട്ടാനാണ്, അയാളുടെ ഒരു പ്രൊമോഷണൽ സ്ട്രാറ്റജി എന്നൊക്കെ അയാൾ തന്നെ പറയുന്നുണ്ട്. എന്താണെങ്കിലും ഹണി റോസിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള ആ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഞാനിവിടെ നിങ്ങൾക്ക് വായിച്ചു തരാം. അതിനുശേഷം ഹണി റോസ് ഈ എഴുതിയിട്ടതിൽ ഹണി റോസിനോടും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഇതങ്ങനെ എന്താ പറയുക, ഇങ്ങനെയല്ല ഇത് എഴുതിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ കോള്. ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാനാകാത്തത് അത്തരം സ്റ്റേറ്റ്മെൻറ്റ്സ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കാതിരിക്കില്ലല്ലോ. ആ ഒരു ക്വസ്റ്റ്യൻ ഓബ്വിയസ്ലി വരും. കാരണം ഈ ഒരു വ്യക്തി ആയതുകൊണ്ട് മാത്രം നിങ്ങൾ മിണ്ടാതിരിക്കുകയാണോ എന്നായിരിക്കും ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. ഇതേ ഹണി റോസ് വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിലൊരു ഇനാഗുറേഷന് പോകുന്ന സമയത്ത് ഒരു മീഡിയ പേഴ്സൺ ഇതേപോലുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹണി റോസിനെ നോക്കി ഷൂട്ട് ചെയ്യുകയാണ് ഫേസ് ടു ഫേസ്, ഒരു ഡബിൾ മീനിങ്, ഹണി റോസ് എന്നല്ല ഒപ്പം നിൽക്കുന്ന എല്ലാവരും അതിന് പ്രതികരിക്കും. ബോച്ച ആയതുകൊണ്ട് മാത്രം ഇതിന് വിട്ടുകൊടുക്കുകയാണോ അല്ലെങ്കിൽ ഇതിന് വഴി വെച്ച് കൊടുക്കുക എന്നുള്ള ചോദ്യം എല്ലാവരും ചോദിക്കും. പ്രസ്തുത വ്യക്തി പിന്നീടും ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിന് പ്രതികാരം എന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്ന ഇടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എൻ്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നു. എന്നിട്ടും ഹണി റോസ് ഈ പോസ്റ്റ് ഇട്ട സമയത്ത് ഇത്രയൊക്കെ ആ വ്യക്തി നിങ്ങളോട് ചെയ്തിട്ടും ആ വ്യക്തി ആരാണ് എന്ന് പറയാനുള്ളൊരു ആർജവം നിങ്ങൾക്ക് ഉണ്ടായില്ലേ ലേഡി? ഞാൻ അതാണ് ചോദിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ഒരു സാധാരണക്കാരനോ ഒരു മീഡിയക്കാരനോ ആരെങ്കിലും ഒരാളാണ് ഹണി റോസിനോട് ഇങ്ങനെ കണ്ടിന്യൂസ്ലി മിസ്ബിഹേവ് ചെയ്തതെന്നുണ്ടെങ്കിൽ അയാളുടെ എതിരെ കേസ് കൊടുക്കില്ലേ? നിങ്ങളുടെ ഒപ്പമുള്ളവർ അയാളെ കൈകാര്യം ചെയ്യില്ലേ? കേസ് കൊടുക്കില്ലേ? അപ്പോൾ ബോച്ചയായതുകൊണ്ട് മാത്രം ഇവിടെ ഒരു പേരോ ഒരു കാര്യങ്ങളും വന്നില്ല. എന്തുകൊണ്ട്? ബോബി ചെമ്മണ്ണൂരിൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്നോ, അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിന് ഇത് ഒരു കൂട്ടം ഈ നാട്ടിലെ ആളുകൾ ബോബി ചെമ്മണ്ണൂരിനെ തീയിട്ട് വാഴ്ത്തിയോ കമൻറ്റ് ബോക്സിൽ? ബോച്ചെത്തി ബോച്ച പറയുന്ന എല്ലാ ഡബിൾ മീനിങ്ങും ഒരു കുഴപ്പമില്ല, ഞങ്ങൾ തീട്ടത്തിൽ മുക്കി മൂത്രത്തിൽ മുക്കി മുഴുകിക്കൊള്ളാമെന്ന് വിചാരിച്ച് കൈയടിക്കുന്നവരെ പേടിച്ചിട്ടാണോ? അങ്ങനെയല്ലല്ലോ നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ കൃത്യമായിട്ട് പറയണം ഇന്ന വ്യക്തി. കാരണം ഇതിലൊരു സംശയത്തിൻ്റെ ഇടയില്ല എവിടെയും. മലയാളികൾക്ക് ഒന്നടങ്കം അറിയാം ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഹണി റോസിനെ എല്ലാ ഇൻ്റർവ്യൂസിനകത്തും. ചോദ്യം ചോദിക്കുമ്പോൾ ബോച്ചയ്ക്ക് ഈസി ആയിട്ട് അത് കട്ട് ചെയ്ത് കളയാം. ഈ ചോദ്യം ചോദിക്കുമ്പോൾ വളരെ മാന്യമായിട്ട് ഉത്തരം കൊടുത്തിട്ട് പോവാം.
അങ്ങനെയൊന്നുമല്ല അയാൾ ഉത്തരങ്ങൾ കൊടുക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട്, ഞാൻ ആ ഇൻ്റർവ്യൂവിൻ്റെ ക്ലിപ്പും കൂടി ഇത് വായിച്ചു വേണ്ടി ഞാൻ വെക്കാം. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ വ്യക്തിയെ മനഃപൂർവ്വം വരാൻ ശ്രമിച്ചിട്ട് ഇയാൾ പ്രതികാരം വീട്ടുക എന്നുള്ളൊരു സ്കീമിൽ എഴുതിയിട്ടുണ്ട്. പണത്തിൻ്റെ ധാർഷ്ട്യത്താൽ ഏതു സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ? അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമ സംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഇയാളുടെ പ്രവർത്തികളിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗികാദ്വേഗമായ സെക്ഷൽ കളേർഡ് റിമാർക്സ് ഉദ്ദേശത്തോടെ സംസാരിക്കുകയും അതേ ഉദ്ദേശത്തോടെ പിന്തുടരുകയും ചെയ്യുന്നു എന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമ ദൃഷ്ടിയാൽ നിലനിൽക്കുന്നതാണ് എന്നാണ് അറിയാൻ സാധിച്ചത് എന്ന കേസ് കൊടുക്കണം മാഡം. ഇപ്പം ഞാൻ സാധാരണ ഇങ്ങനത്തെ ആരെങ്കിലും ഒരു വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ അതിനടിയിൽ ഒരു പോസ്റ്റിൽ ഞാൻ മോർ പവർ ടു യു എന്നൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പോസ്റ്റിനടിയിൽ എനിക്ക് മോർ പവർ ടു യു ഇടാൻ തോന്നിയില്ല. ബിക്കോസ് ഇയാളുടെ പേരും പറഞ്ഞ് ഇയാൾക്കെതിരെ കേസ് വിട്ട് കഴിഞ്ഞാൽ മോർ പവർ ആവാം. അല്ലാത്ത പക്ഷം ഇതിൽ മോർ പവർ ഇല്ല. ഇത് ആളുകളോട് പറയാണ് ഇങ്ങനെ സംഗതി ഉണ്ട്, ഇന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, കേസെടുക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ട്. ഇത് വാണിംഗ് ആണോ? അങ്ങനെയാണെങ്കിൽ എന്തിനാ വാണിംഗ് കൊടുക്കേണ്ട ആവശ്യം? ഇയാളിത് 1 or 2 സ്ഥലങ്ങളിലല്ല ഈ പണി കാണിക്കുന്നത്. ഞാൻ വ്യക്തിപരമായി മാനസിക വൈകൃതം ഉള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവ്. അതിന് എനിക്ക് പ്രതികരണശേഷി ഇല്ല എന്നർത്ഥമില്ല. ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. ഇതൊക്കെ ശരിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഹണി റോസ് എന്ന് പറഞ്ഞ വ്യക്തി കറക്റ്റ് ആളുടെ പേരെങ്കിലും സ്പെസിഫൈ ചെയ്തിട്ടിരുന്നെങ്കിൽ മോർ പവർ എന്ന് പറഞ്ഞ് കൈയടിക്കാമായിരുന്നു. ഞാൻ വീണ്ടും ചോദിക്കും, സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നാണ് ഈ ഒരു അനുഭവം ഹണി റോസിനുണ്ടായേ എന്നുണ്ടെങ്കിൽ, പണത്തിൻ്റെ അല്ലെങ്കിൽ മസിൽ പവറിൻ്റെ പ്രിവിലേജ് ഇല്ലാത്തൊരു സാധാരണക്കാരനാണ് ഇത് ചെയ്തതെന്നുണ്ടെങ്കിൽ, ഒരു മീഡിയ പേഴ്സണാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ, ഇന്നേ ദിവസം ഈ പറഞ്ഞ നിയമമുണ്ടാവും, നിയമത്തിൻ്റെ വശങ്ങളുണ്ടാവും, ഓരോ FIR വീണ ആ ചങ്ങാതി അകത്തായിരിക്കും ആൻഡ് ഫ്ലാഷ് ന്യൂസ് വരും. ഹണി റോസിനെ പറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ ഹണി റോസിനോട് ഇന്നത് ചെയ്ത വ്യക്തി കേസിലകത്തായി, ഫോട്ടോ അടക്കം വരും. ഇത് ഹണി റോസിന് ആ പേര് പോലും പറയാൻ പേടിയാ. എന്തുകൊണ്ട്? ഇതാണ് ഇവിടെ പണമുള്ളത് കൊണ്ട് കിട്ടുന്ന പ്രിവിലേജ് എന്ന് പറയുന്നത്. അപ്പോൾ റീസെൻ്റ്ലി ഉള്ള കുറച്ച് ഇൻ്റർവ്യൂസിൽ ഈ കാര്യങ്ങളെ കുറിച്ചിട്ട് ബോബി ചെമ്മണ്ണൂരിനോട് മീഡിയക്കാർ ചോദിച്ചപ്പോൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ റിപ്ലൈ നിങ്ങൾ കേട്ടോ? അല്ല, അതിപ്പോ എന്താ ഓരോരുത്തര്, ഞാൻ നടീന്നേ പറഞ്ഞോളൂ, വെടീന്ന് പറഞ്ഞിട്ടില്ലേ. പക്ഷെ ആൾക്കാര് ഇൻഡയറക്ട്ലി ഞാൻ പറയാത്ത രീതിയിലേക്ക് മാറ്റി വളച്ചൊടുക്കുകയാണ്. അവര് ഒരു സ്ത്രീയാണ്, അവരായിട്ട് എന്താ യാതൊരു പ്രശ്നമില്ല. ഒന്നാമത് എന്റെ സോഷ്യൽ മീഡിയയിൽ നോക്കി നടിമാര് വന്നു പോയാൽ തന്നെ പറയും, ബോച്ചെ അവിടെ ഹണി റോസ് താമസിച്ച് മറ്റേ ഹോട്ടലിലാണല്ലോ, ബോച്ചെ അവിടെ തന്നെയാണോ താമസിച്ചത്, എങ്ങനെ കിട്ടോ, എത്ര, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ്. സത്യത്തില് ഞാൻ ഈ നടിമാരായിട്ട് യാതൊരു ബന്ധവുമില്ല. എനിക്ക് അങ്ങനത്തെ ഒരു വീക്ക്നെസ്സും ഇല്ല. എനിക്ക് എൻ്റെതായ ഫ്രണ്ട്സ്, എൻ്റെതായ ഒരു മേഖലയുണ്ട്. അപ്പോ അവരെ ഞാൻ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്നു. മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ മിസ്റ്റർ ബോച്ചെ, നിങ്ങൾ നടി വെടി എന്നൊക്കെ പറയുമ്പോൾ തൻ്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, അതിൻ്റെ ഒരു ലെവൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എത്രത്തോളം അധംപതിച്ച സാധനമാണെന്നുള്ളത്. പിന്നെ ഇയാൾക്ക് വേണ്ടി PR വർക്ക് എടുത്ത് ചാവാനും കുത്താനും നടക്കുന്ന ഫിജി കാർട്ടിലെ കുറേ വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഏതെങ്കിലും ഒരു വീഡിയോ ഇയാൾക്കെതിരെ വന്നു കഴിഞ്ഞാൽ അപ്പം ആ ലിങ്ക് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, ഇയാൾ ഇമാതിരി സെറ്റപ്പൊക്കെ ഈ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് അവരുടെ ഡാറ്റ കളക്ട് ചെയ്ത്, ഇപ്പോൾ ഒരു അയാളുടെ ലക്കി കൂപ്പൺ വാങ്ങാൻ പോയാൽ അയാളുടെ പേര്, നാള്, അഡ്രസ്സ്, മൊബൈൽ നമ്പർ ഒക്കെ വാങ്ങും. അപ്പോൾ എല്ലാവരുടെയും വാട്സാപ്പ് ഡാറ്റയും സാധനങ്ങളും ഇയാളുടെ കയ്യിൽ ഉണ്ടാവും. ഫിജി കാർട്ടിന് ഓൾറെഡി ഇയാൾക്ക് ഒരു ആർമി അടക്കുന്നുണ്ട്. ഈ സാധനങ്ങളിലൊക്കെ ഇയാൾക്കെതിരെ ആരെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയി ഒറ്റടല നേരെ ലിങ്ക് ഇട്ട് കൊടുക്കും. അവിടുന്ന് ചന്നം പിന്നെ എന്തായി, കമൻറ്റുകളുടെ മഴയായി. അത് ഈ വീഡിയോനടിയിലും കാണാൻ പറ്റും. ഇയാൾ ഈ നടി വെടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ എന്ത് പ്രൊമോഷൻ ഉണ്ടാക്കിയെന്നാണ് ഇയാൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രൊമോഷന് വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ ആ വിളിച്ച സമയത്ത് മാത്രം അവർ പേയ്മെൻറ്റ് വാങ്ങി ആ സമയം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അവരായിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും കാലത്ത് ഇത്ര സാധനം, ഇപ്പോൾ പോസ്റ്ററാണെങ്കിൽ പോസ്റ്ററിന് മാത്രം, അല്ലെങ്കിൽ നിങ്ങളുടെ റീൽ വീഡിയോസ് ഇത്ര സ്ഥലങ്ങളിൽ ഷെയർ ചെയ്യും എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് ആ പ്രൊമോഷൻ ചെയ്യാൻ വരുന്ന ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്കുള്ള കോൺട്രാക്റ്റും കാര്യങ്ങളും. അങ്ങനെയാണ് സാധാരണ എല്ലാ ബ്രാൻഡുകളും ചെയ്യാറുള്ളത്. അല്ലാതെ
കണ്ട ഇൻ്റർവ്യൂവിനകത്ത് ഇവരെ കുറിച്ചിട്ടുള്ള വൃത്തികേട് ഫുള്ള് വിളിച്ച് പറയാനുള്ള ഒരു പൈസയോ പ്രൊമോഷൻ മെത്തേഡോ ആണ് നിങ്ങൾ അഡാപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രത്തോളം അധംപതിച്ചവനാണെന്നുള്ളത് കേരള സമൂഹം മനസ്സിലാക്കും ഒരു ദിവസം. അല്ല, ഞാൻ ഇത്രയും ദിവസം എന്താ പറയുക, ഞാൻ അന്ന് ഈ സംഗതി ഈ കുന്തിദേവി സാധനത്തിൽ റിയാക്ട് ചെയ്ത സമയത്ത് ഞാൻ പേഴ്സണലി വിചാരിച്ചിരുന്നത് എന്തുകൊണ്ട് ഈ ഹണി റോസ് അടക്കമുള്ളവർ ഇയാളുടെ ഈ വർത്തമാനത്തിന് നിന്ന് കൊടുക്കുന്നതെന്നുള്ളത്. പിന്നെ ഇയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ഇയാൾ പറയുന്നത് കൊണ്ടല്ല, സൊസൈറ്റി അത് മാറ്റി തിരിച്ച് വിടുകയാണ്, മീഡിയക്കാരത് വഴിമാറ്റി വിടുകയാണ്. അല്ലതാ, ഞാനൊരു ഡബിൾ മീനിങ്ങും പറയുന്നില്ല, അത് സൊസൈറ്റിയുടെ വൈകൃതം, കേൾക്കുന്നവൻ്റെ മാനസിക വൈകൃതം എന്നൊക്കെയാണ് ഇയാൾ ഇതിൽ കടന്ന് ഡയലോഗ് അടിച്ചത്. ഇപ്പോൾ ഇനി ഇയാളോട് ഇതേ സമയം ജാങ്കോ സ്പേസിൻ്റെ ഒരു ഇൻ്റർവ്യൂ, റീസെൻ്റ് ഇൻ്റർവ്യൂവിൽ ഒരു ചോദ്യം ചോദിച്ചു, ഇതേപോലെ കുന്തി ദേവി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചു. അന്ന് ഇയാൾ പറഞ്ഞ റിപ്ലൈ നിങ്ങൾ കേട്ടാട്ടാ. ഹണി റോസിനെ എന്തിനു കുന്തി ദേവി ഉപമിച്ച് പറഞ്ഞല്ലോ, അങ്ങനെ എന്തോ കുന്തി ദേവിയെ പോലെയാണെന്ന്. ഹണി റോസിനെ ഉപയോഗിക്കാൻ കാരണം ഈ കുന്തി കുന്തി ദേവിയുടെ കഥ വായിച്ചാല് നമുക്കതിൽ കാണാം കുന്തി ദേവിയെ കുറിച്ചിട്ടുള്ള വിവരണങ്ങളും കാര്യങ്ങളും രൂപങ്ങളും കാര്യങ്ങളും, അല്ലെങ്കിൽ അവരുടെ കഥയുമായി ബന്ധപ്പെട്ടിട്ട് കുറെ കാര്യങ്ങൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തീം എടുത്തിട്ടാണ് ഇവിടെ ഹണി റോസിനെ കുന്തി ദേവിയായിട്ട് ചിത്രീകരിച്ചത്. പക്ഷെ പലരും റോങ് രീതിയിൽ ഇതുള്ളത് കൊണ്ടാണ് എന്ന് തൊട്ട് കാണിക്കാൻ പറയരുത്. അങ്ങനെയാണ് പലരും അതില് കുന്തി ദേവി എന്ന് വിളിക്കാൻ കാരണം എന്താ, നിങ്ങൾക്ക് അത് കൂടുതലുള്ളത് കൊണ്ടല്ലേ അങ്ങനെ വിളിച്ചതെന്നൊക്കെ പറഞ്ഞ് പലരും പലതും പറഞ്ഞു. അങ്ങനെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന്. ഞാനൊരു ജെമിനിയാണ്, മനസ്സിലായില്ലേ? ജെമിനി എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ച ഇതുണ്ടല്ലോ, സ്റ്റാർസ്, ഇതിന്റെ ജെമിനി എന്ന് പറഞ്ഞ ഡ്യുവൽ ക്യാരക്ടറാണ്. ഇന്നത്തെ മൂഡ് വേറെ, നാളത്തെ മൂഡ് വേറെ ആയിരിക്കും. ഓരോ ദിവസം ഡിഫറെന്റ് വ്യക്തിയായിരിക്കും. എപ്പോഴും രണ്ട് ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എടുക്കാം. കുന്തി ദേവി, ആ കഥയിലുള്ള കുന്തി ദേവിയെ വർണ്ണിക്കുന്നതും അവരുടെ കഥയുമായി ബന്ധപ്പെട്ട് പുരാണങ്ങളിലൂടെ കടന്നു പോയാൽ ആ കുന്തി ദേവിയെ കണക്ട് ചെയ്യാവുന്ന സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ എടുക്കാം. അല്ല, ആകാര വടിവ് കണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും ചിന്തിക്കാം. ആർക്ക് വേണമെങ്കിലും വേണ്ടതൊക്കെ ഉണ്ട്, ആവശ്യക്കാർക്ക് ആവശ്യമുള്ളതിനൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ആരെയും വിഷമിപ്പിക്കരുത് എന്ന് മാത്രമേ നമ്മുടെ ഉദ്ദേശമുള്ളൂ. അവരൊക്കെ സന്തോഷിക്കണം. അതായത് വേറൊന്നും അല്ലടേ, നേരത്തെ നാട്ടുകാർ വളച്ചൊടിച്ചു എന്ന് പറഞ്ഞ അതേ ബോച്ചെ നാട്ടുകാർക്ക് വളച്ചൊടിക്കാൻ മാത്രം ഞാൻ പറഞ്ഞതിൽ ഞാൻ സ്പേസ് വിട്ടിട്ടുണ്ട് എന്നുള്ള വർത്താനം ഇവിടെ പറയുന്നു. ഇപ്പം തന്നെ ഇയാളുടെ ഒരു മൈൻഡ് മനസ്സിലായ, ഇയാൾ ഇങ്ങനെയാണ്, മനസ്സിലായില്ലേ? ഇയാൾ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഇയാൾ തന്നെ പറയുന്നത് ഇയാൾ ജെമിനിയാണ്, 2 ക്യാരക്ടറാണ്. അതായത് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോച്ചേൻ്റെ തന്തയ്ക്കും വിളിക്കാം, പിന്നെ ഇപ്പുറത്ത് വന്നിട്ട് നമുക്ക് ബോച്ചേനോട് നമസ്കാരവും പറയാം. മനസ്സിലായില്ല? അയാൾ മറ്റേ മൂണിലാണെങ്കിൽ അയാളെ തന്തയ്ക്കും തള്ളയ്ക്കും വിളി കേൾക്കും. അതായത് കറക്റ്റ് ആൾക്കാരെ കയ്യിൽ കിട്ടാത്തതുകൊണ്ടാണ് അയാൾ നല്ല വെടിപ്പായിട്ട് ഇയാളെ വിളിക്കാൻ അറിയുന്ന, അല്ലെങ്കിൽ ഇയാളുടെ ഇമാതിരി ഡയലോഗിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് റിയാക്ഷൻ ഒരു വട്ടം കിട്ടിക്കഴിഞ്ഞാൽ ബോച്ചേൻ്റെ പൊങ്ങലും താഴലും ഇടലും ഇടുക്കലും ഒക്കെ നിൽക്കും. ഇതുവരെയായിട്ട് ബോച്ചേൻ്റെ പണത്തിൻ്റെ പവറോ അല്ലെങ്കിൽ ബോച്ചേൻ്റെ ഈ ഒരു ഡ്യുവൽ മുഖമോ കണ്ട് പേടിച്ച് നിൽക്കുന്ന ആരുടെയെങ്കിലും മുന്നിലാവും ബോച്ച പോയിട്ട് ഈ വായ്ത്താളം അടിച്ചിട്ടുണ്ടാവുക. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ബോച്ചയ്ക്ക് വലിയ സീനൊന്നുമില്ല. ബോച്ചയ്ക്ക് ഈ പറഞ്ഞതിന് ഞാൻ ജെമിനിയാണ്, ഞാൻ ഡൈനോസറാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോവാം. അപ്പോൾ ബോച്ചയ്ക്ക് കിട്ടേണ്ടത് ബോച്ചയ്ക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. എവിടെന്നെങ്കിലുമൊക്കെ കിട്ടും, അതുറപ്പാണ്. കിട്ടുന്ന സമയത്ത് പണ്ടത്തെ റോക്കി ബായിൻ്റെ തോക്ക് കഥയും പിന്നെ അണ്ടർവേൾഡ് മാഫിയും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. വെട്ടിപ്പിന് കിട്ടും. സോഷ്യൽ മീഡിയ എന്നാണെന്നുണ്ടെങ്കിൽ ക്യാമറയൊക്കെ ഓണാക്കി വെച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല 1.5 കിട്ടലായിരിക്കും അത് ഈ പറഞ്ഞ ഹണി റോസോ ബാക്കിയുള്ളവരിൽ നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൊള്ളാം, ബെസ്റ്റാണത്. ഈ ഒരു രോഗത്തിനുള്ള മരുന്ന് അതാണ് ബോച്ചയ്ക്ക്. പിന്നെ ഇതാരുടെ മറ്റേ ഇതിലെ ഗംഗ, ആകാശഗംഗ, മണിച്ചിത്രത്താഴിലെ ഗംഗ ബോച്ചേ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് ഇയാൾക്ക് കണ്ട് 2 ഫേസ് മാറി വരാൻ. അതോ അന്യ നമ്പി റമോ, ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ ഒരു ദിവസം മറ്റത്. മനുഷ്യനാണ്, മനുഷ്യന്മാർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഉണ്ടാവും ഒരു ഫേസ് കാണൂടെ. സോഷ്യൽ മീഡിയയിലൊരു ഫേസ്, അല്ലെങ്കിൽ ലൈഫിൽ വേറൊരു ഫേസ്. റിയൽ ആൻഡ് റിയാലിറ്റി എന്ന് പറയാം. ഇതങ്ങനെയല്ല പറയുന്നത്. ഞാൻ റിയൽ ലൈഫിലെ 2 ക്യാരക്ടറാണെന്ന് പറയുന്നത്. എങ്ങനെ ഇരിക്കുന്നു? കുടുംബത്തിലെ പെണ്ണുങ്ങളോടാണ് വേറൊരാൾ ഇതേപോലെ ഇരുന്നിട്ട് ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ 2 ക്യാരക്ടറാണ്. ബോച്ചേൻ്റെ ഭാര്യയോട് വരും, ബോച്ചേൻ്റെ മകളോട് വരും, ബോച്ചേൻ്റെ അമ്മയോട് വരും എന്ന് പറഞ്ഞിട്ട് 2 3 ആളെയും വിളിച്ച് വരുത്തിയിട്ട്
കുന്തി ദേവിയായിട്ടും കുന്തൻ ദേവനായിട്ടൊക്കെയാണ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പം ഇയാളുടെ ഇനാഗുറേഷൻസിനും ഇയാളുടെ പ്രമോഷൻ പരിപാടിക്കും കാശ് വാങ്ങി പോകുന്നവർ നിങ്ങൾ ദയവ് ചെയ്തിട്ടൊരു കാര്യം മനസ്സിലാക്കുക. ഇയാൾക്ക് നാണം മാനം ഉളുപ്പ് ഒന്നും ഇയാൾക്കില്ല. ഇയാൾ 7 അയൽവക്കത്തൂടി പോയിട്ടില്ല. ഇയാളെ പരിപാടിയേ ഇതാണ്. എങ്ങനെ എന്ത് വർത്താനം പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ കുറച്ച് കത്തി നിൽക്കണം. ഇത് മാത്രമാണ് ഇയാൾക്ക് ആവശ്യമുള്ള പരിപാടി. ഇയാൾ കാലങ്ങളായിട്ട് ഈ പരിപാടി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയാം. ഇയാളായിട്ടൊരു കോഴിക്കോട് വെച്ചൊരു പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടായത് എനിക്ക് കൃത്യമായിട്ട് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇയാളുടെ അന്നത്തെ PA ഇയാളുടെ കുറേ കഥകളും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അന്ന് ആ PAക്ക് എൻ്റെ കയ്യിൽ നിന്ന് വായ തോരാതെ കിട്ടിയിട്ടുമുണ്ട് കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ നിന്ന്. അത് വേറൊരു സീന്. ഇയാൾക്കറിയോ ഇല്ല എന്നുള്ളത് എനിക്ക് വലിയ കൊടുത്തൊന്നുമില്ല, പക്ഷെ നല്ല രീതിയിൽ ഞാൻ ഒന്ന് കൊടുത്തിട്ടുണ്ട് ഇയാൾക്ക്. അത് സോഷ്യൽ മീഡിയയിലുള്ള വേറൊരു വ്യക്തിക്ക് കൃത്യമായിട്ട് അറിയാം. എന്നെ പോലെ തന്നെ റിയാക്ഷൻ വീഡിയോ ഇടുന്ന ഒരു വ്യക്തിക്ക് കൃത്യമായിട്ട് ആ ഇൻസിഡൻറ്റ് ഓർമ്മയുണ്ട്. അപ്പോൾ വേറൊന്നുമല്ല, ഇയാളെ കാലാകാലങ്ങളായിട്ട് അറിയുന്നവർക്ക് അറിയാം എമ്മാതിരി മറ്റതാണ് എന്നുള്ളത്. അങ്ങനത്തെ വർത്താനങ്ങളാണ്. ഇനി വേറൊരു സാധനം, ഇയാൾ കഴിഞ്ഞ ഇപ്പം ഞാൻ നേരത്തെ ഇതല്ല ഇതിന് മുമ്പ് പ്ലേ ചെയ്ത വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞു. ഈ സ്ത്രീകളായിട്ടുള്ള സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്നിട്ട് ഇനാഗ്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ ഇയാളുടെ ഒരു ചോദ്യം ചോദിക്കുന്നു. ഇതേ സാധനം ഇയാൾ ഈ ഇൻ്റർവ്യൂവിലും പറയുന്നുണ്ട്. അതുകൊണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ നമ്മൾ വിളിക്കാറുണ്ട്. എനിക്ക് അങ്ങനത്തെ ഒരു മാത്രമല്ല, ഈ ചോദ്യത്തിൽ ഒരു സാധനം ഉണ്ടെന്ന് മനസ്സിലായി. എന്താ പെണ്ണുങ്ങളെ മാത്രം, ഹണി റോസിനെ മാത്രം അല്ല, ഹണി റോസിനെ മാത്രമല്ല, ഞാൻ അത് വിളിക്കണതിന്റെ ഉദ്ദേശം ഹണി ഒഴുക്കാനോ റോസപ്പൂ വെക്കാനോ ഒന്നിനും അല്ല വിളിക്കണേ. അവർ ഉദ്ഘാടനം ചെയ്ത് അവർ വിട്ടുപോകും. പലരും സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കാറുണ്ട് ഇങ്ങനെ, എന്താണ് ബോച്ചെ ഇന്നലെ രാത്രി ഹണി റോസ് താമസിച്ച ഹോട്ടലിലാണോ താമസിച്ചേ, അല്ലെങ്കിൽ എങ്ങനെയുണ്ട്? ഞാൻ പറയും സഹോദരൻ, അതൊന്നും ഇല്ല. എനിക്ക് ഇവരെയൊക്കെ ഞാൻ വെച്ച് മാർക്കറ്റ് ചെയ്യുക എന്നല്ലാതെ, ഉദ്ഘാടനം ചെയ്യുക മാർക്കറ്റ് ചെയ്യുക എന്നല്ലാതെ വേറൊരു ഉദ്ദേശം ഇല്ല. അതായത് ബോച്ചേനോട് മാത്രം എന്തുകൊണ്ട് ആളുകൾ അങ്ങനെ ചോദിക്കുന്നു? ഇപ്പം ഞാനോ അല്ലെങ്കിൽ വേറൊരാളോ അല്ലെങ്കിൽ വേറെ ആരായിക്കോട്ടെ, നമ്മളൊക്കെ നോർമലായിട്ട് നമ്മളൊരു പ്രോഗ്രാമിന് പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രോഗ്രാമിലേക്ക് ഒരു ഗസ്റ്റായിട്ട് ഒരു ലേഡിയെ കൊണ്ടുവരുന്നു. ഞങ്ങളോട് ആരും നാട്ടുകാർ ഇത് ചോദിക്കില്ല, നീ അവിടെ നിന്ന ഹോട്ടലിലാണോ നിന്നേ, എന്താണ് ഇത് ബോച്ചയോടെ ചോദിക്കൂ. മനസ്സിലായോ? ബോച്ചയോടെ ചോദിക്കൂ. അതാണ് ഇപ്പോൾ ബോച്ചേനോട് ചോദിച്ച ആളുകൾ. അപ്പം അത് ചോദിക്കാനുള്ള കാരണം എന്താണ് ബോച്ചെ? അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം നാട്ടുകാരിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന നിങ്ങളെക്കുറിച്ച് തന്നെയുള്ളൊരു ഇമേജ് ഉണ്ട്. ഞാനൊരു പ്ലേ ബോയാണ്, ഞാനൊരു കാസിനോവയാണ്. ഗിഗ്ലോ ആണോ എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. എന്താണെങ്കിലും ഞാൻ ഇതാണ് എന്ന് പറഞ്ഞ് നാട്ടുകാരിലേക്ക് നിങ്ങൾ ഇട്ട് കൊടുക്കുന്ന ഒരു തരം സാധനമുണ്ട്. ഈ സാധനത്തിൽ നിന്നാണ് ഈ ചോദ്യം വരുന്നത്. മനസ്സിലായോ? അതിന് നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? മനസ്സിലായോ? നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല. നിങ്ങൾക്ക് ആവശ്യം അതാണ്. നാട്ടുകാർ ഇത് ചോദിക്കണം, അത് ചോദിക്കാൻ വേണ്ടി ഞാൻ നാട്ടുകാർക്ക് 10 ഇട്ട് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് എടുത്തു കൊടുത്തിട്ട് പിന്നെ നാട്ടുകാരെ നെഞ്ഞത്തേക്ക് തന്നെ. അതെങ്ങനെ ഇരിക്കുന്നു? മലയാളികളെ പറഞ്ഞാൽ മതി. ഇങ്ങനത്തെ ബോച്ചസി ഒരു പരിധി വരെ നമുക്കിത് ആസ്വദിക്കാം. ഫണ്ണാണ്, ഞാൻ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഒരു പരിധി വരെ ക്രിഞ്ച് അടിപ്പിക്കാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ മീനിങ് ഞാനൊക്കെ ഇഷ്ടം പോലെ പറയുന്ന ഒരാളാണ് ഡബിൾ മീനിങ്. പക്ഷെ എനിക്ക് കൃത്യമായിട്ട് അറിയാം ആരോട് എപ്പോൾ എവിടെ എത്ര ലെവൽ വരെ ഈ സംഗതി പറയണം വെക്കണം എന്നുള്ളത്. ഓപ്പോസിറ്റ് ഉള്ള ഒരാൾക്ക് ഇത് ഒട്ടും ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിക്ക് വന്നു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്യാനും പറ്റണം. ഇതങ്ങനെയൊന്നുമില്ല. പിന്നെ മീഡിയക്കാരോടാണ് പറയാനുള്ളത്, നിങ്ങൾ ഇയാളെ വിളിച്ച് ഇരുത്തി സംസാരിക്കുന്ന സമയത്ത് വീണ്ടും ഇയാൾക്ക് ഈ പറഞ്ഞ എന്തുകൊണ്ട് നിങ്ങൾ ഹണി റോസിനെ കുന്തിദേവി ആക്കി എന്ന് ചോദിക്കുമ്പോൾ ഇയാൾ കുന്തിദേവി എന്ന് പറഞ്ഞാൽ കുണ്ടീനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാൾ പച്ചയ്ക്ക് പറയും, അതാണ് ഇയാളുടെ വകുപ്പ്, അതാണ് ഇയാളത്. എന്ന് പറഞ്ഞാൽ അയാൾക്ക് മറ്റേ കൂ പിന്നെ വേറെ കുറേ കൂവാണ് ഇയാൾക്ക്. അങ്ങനത്തെ ഒരാൾ പിന്നെ നിങ്ങൾ എന്തിനു വിളിച്ചു കൊടുത്തിട്ട് ഇയാൾക്ക് വീണ്ടും ആ ഒരു ലേഡിയുടെ അല്ലെങ്കിൽ വേറെ ആളുകളുടെ പേരിട്ട് പറഞ്ഞ് നിങ്ങൾ എടുത്തു കൊടുക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ തന്നെ ദയവ് ചെയ്തിട്ട് ആ സാധനം ഒഴിവാക്കി കഴിഞ്ഞാൽ കുറച്ച് സമാധാനം ഉണ്ടാവും. അത് പക്ഷേ ഇവിടെ മീഡിയ ചെയ്യില്ല. കാരണം മീഡിയയ്ക്ക് അറിയാം ബോച്ചയുടെ വായിന്ന് ഇങ്ങനത്തെ സംസാരങ്ങൾ പുറത്ത് ഇടിപ്പിച്ചാൽ മാത്രമേ. ഇപ്പം ഈ കഴിഞ്ഞ ജാങ്കോ സ്പേസിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ നിങ്ങളിത് ജാങ്കോ TV ജാങ്കോ സ്പേസ് ഇവരുടെ ഈ പറഞ്ഞ പെർട്ടിക്കുലർ ഇൻ്റർവ്യൂവിൻ്റെ കമൻറ്റ് ബോക്സ് നിങ്ങൾ പോയി നോക്ക്. സംഗതി ആ ആങ്കറിന് അവർക്ക് ഭൂലോക വെട്ടുവിളിയാണ് ആ ആങ്കറിന്. പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ആ ആങ്കറിന്
കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. ബോച്ച വന്നാൽ ഇന്ന ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്. ബോച്ചയാണെന്നുണ്ടെങ്കിൽ പറയണം എന്നോട് ഇന്ന ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി. അതിലാണ് അതിൻ്റെ വ്യൂവർഷിപ്പ് കിടക്കുന്നത്. അതിന് വിട്ട് ആ ആങ്കർ ചീത്തറുണ്ടല്ലോ, കാര്യമുണ്ടോ? ഇല്ല. ഇപ്പോൾ സച്ചിനെ കൊണ്ടുവന്ന് വെച്ചിട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കും അവരില്ല. അവർ കാര്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. ബോച്ചയുടെ ഒരു ഫ്ലേവർ ഇതാണ്. ആ ഫ്ലേവറാണ് നാട്ടുകാർക്ക് നക്കി നോക്കി ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നിൽ വെച്ച് വിളമ്പുക. ചാനലുകാർ ഇതന്നെ വെച്ച് വിളമ്പും, ബോച്ച തന്നെ വെച്ച് വിളമ്പും. അതിന് കൂടുതൽ ആൾ വെക്കാൻ പോണില്ലല്ലോ. പക്ഷെ ഇയാൾ പറയുന്ന ഓരോ വർത്തമാനത്തിൽ നിന്നും ഇയാൾ ആരെക്കുറിച്ചാണോ പറയുന്നത് ആ വ്യക്തിക്ക്, ഞാൻ പറയുമ്പോൾ ഈ അടുത്ത കാലത്ത് ഇത്രയും കൂടുതൽ ശരീരം പോസ്റ്റ്മോർട്ട് ചെയ്ത കമൻറ്റ് ബോക്സിൽ വേറൊരു ലേഡി കാണില്ല മലയാളത്തിൽ. ഹണി റോസിനെ നിരന്തരം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിരന്തരം കമൻറ്റ് ബോക്സ്, നിങ്ങൾ ഫേസ്ബുക്ക് എടുത്ത് നോക്കി, ഹണി റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കമൻറ്റ് ബോക്സ് ഫുൾ ഈ വെട്ട് പോസ്റ്റ്മോർട്ടമാണ്. അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് കൈയടിപ്പിക്കാൻ വേണ്ടിയിട്ട് ബോച്ചൻ്റെ ഇങ്ങനത്തെ ഡബിൾ മീനിങ് പരിപാടി. ഞാൻ പറയുമ്പോൾ ഹണി റോസ് ഒന്നും ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് പോയിട്ടൊരു കാര്യമില്ല. കൃത്യമായിട്ട് കേസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ കേസ് കൊടുക്കണം ഇയാൾക്കെതിരെ. ഒരാളെങ്കിലും അത് ചെയ്യണം. എന്നാൽ ഇയാളെന്താ പറയുക, ഈ ഡബിൾ മീനിങ് സ്വന്തം കുടുംബത്ത് വെച്ചിരിക്കും, അല്ലെങ്കിൽ സ്വയം അടിച്ചോളൂ ഇരുന്നിട്ട്. അതാണ് ഏറ്റവും ബെറ്റർ തിങ്. അല്ലാതെ അയ്യോ ബോച്ചയാണ്, ബോച്ച പറയുമ്പോൾ ഇപ്പം എന്ത് പറയും, പേടിയാവുന്നു ബോച്ചയെ. ഈ സ്കീമാണെന്നുണ്ടെങ്കിൽ നാളെ ഇയാൾക്ക് ലൈസൻസ് അയാൾ കൊണ്ടടക്കും. അത്രേ നടക്കാൻ പോകുന്നുള്ളൂ. ഇതിന് മോർ പവർ ഒന്നും പറയാൻ പറ്റില്ല. ഇതിന് ഒരു പവറും ഇല്ല ഇതിനകത്ത്.